എറണാകുളത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായി കുടുംബം. പുത്തൻകുരിശ് സ്വദേശി സ്വാതിയെയും 1 വയസ്സുള്ള കുഞ്ഞിനെയും പ്രായമായ അമ്മയെയും വീടിന് പുറത്താക്കിയാണ് ജപ്തി. ഇന്നിപ്പോൾ ഞാൻ ജോലിക്ക് പോയപ്പോഴാണ് അവരിവിടെ വന്നതും. അമ്മയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പേടിച്ചിട്ട് ഇറങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ വന്നപ്പോൾ അവർ സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്. അപ്പോൾ ഇപ്പോൾ MLA ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞ 2 ദിവസത്തിനുള്ളൊരു തീരുമാനം അറിയിക്കണം എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇത്രയും വലിയൊരു എമൗണ്ട് ഇപ്പോൾ അവർ പറയുന്നു ഇനി 5 ലക്ഷം കൂടെ അടക്കണം എന്നാണ് ഇപ്പോൾ അവർ പറയണത്. 3,95,000 ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു സാർ. അപ്പോൾ ഇപ്പോൾ അവർ ഇനി വേവറൊക്കെ എടുത്തിട്ടും അത്രയെങ്കിലും അടക്കണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കറക്റ്റ് ഒരു എമൗണ്ട് അവർ പറയില്ല, 5 ലക്ഷം എന്നുള്ളത് ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഒരു തുക ഈ 2 ദിവസം കൊണ്ട് എനിക്ക് എടുക്കാനായിട്ട് എനിക്ക് അതിനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല. പൈസ അടയ്ക്കില്ല എന്നിവർ പറയുന്നുമില്ല. പക്ഷേ ഒറ്റയടിക്ക് ഒരു വലിയ സംഖ്യ അടയ്ക്കാൻ പറ്റില്ല. തവണകളായിട്ട് വേണമെങ്കിൽ അടയ്ക്കാം എന്നിവർ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ പല രീതിയിലും ശ്രമിച്ചിരുന്നു തുക കണ്ടെത്താനായിട്ട്. പക്ഷേ അത് നമുക്ക് സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം പലരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ മാക്സിമം പൈസ സംഘടിപ്പിച്ചിട്ട് അത് അടയ്ക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, ഈ സ്വാതി എത്ര രൂപയാണ് ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്? എത്ര രൂപയാണ് ഇനി തിരിച്ചടയ്ക്കാനുള്ളത്? യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണോ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി? അമൃത, 2019 സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസിൽ നിന്നാണ് സ്വാതി 5 ലക്ഷം രൂപ വായ്പ എടുക്കുന്നത്. കൃത്യമായി തന്നെ 2023 വരെ തിരിച്ചടക്കുകയും ചെയ്തിരുന്നു. സ്വാതിക്ക് പിന്നീട് പ്രസവം ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുകയും തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് 1 വയസ്സാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും മറ്റൊരു ജോലി കണ്ടെത്തി. ആ ജോലിക്ക് ശേഷം വീണ്ടും ഈ മുടങ്ങിയ തുക വായ്പയിലേക്ക് അടക്കാൻ വേണ്ടി സ്വാതി ശ്രമിച്ചിരുന്നു, കുടുംബവും ശ്രമിച്ചിരുന്നു. പക്ഷേ ഇനി ഇത്രയധികം ഡിലേ ഇക്കാര്യത്തിൽ ഉണ്ടായതുകൊണ്ട്, കാലതാമസം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അങ്ങനെ തവണകളായി അത് അടക്കാൻ കഴിയില്ല. 5 ലക്ഷം രൂപ ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ മറ്റു നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് ധനകാര്യ സ്ഥാപനം അറിയിച്ചത് എന്നാണ് സ്വാതി പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു നോട്ടീസ് ഇവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇത്ര വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് എന്തെങ്കിലും പെട്ടെന്ന് തുക സമാഹരിച്ച് ബാങ്കിലേക്ക് അടയ്ക്കാൻ എന്തെങ്കിലും ഒരു ഇളവ് അക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നത് പ്രതീക്ഷയോടെ ഇരിക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോ സ്വാതി ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബാങ്ക് അധികൃതർ, പ്രത്യേകിച്ച് കോടതിയുടെ കൂടി ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ ഈ ധനകാര്യ സ്ഥാപനവും അതിന്റെ അധികൃതരും പോലീസും ഒക്കെ എത്തി വീട് ജപ്തി ചെയ്യുന്നത്. ആ സമയത്ത് സ്വാതി അവിടെ ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് 65 വയസ്സ് പ്രായമായ അമ്മയും സ്വാതിയുടെ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞും. 2 സ്ത്രീകളും ഈ കുഞ്ഞുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. എന്തായാലും 2.5 സെന്റ് സ്ഥലമാണ് ഇവർക്കുള്ളത്. പക്ഷേ ഈ രാത്രിയിൽ ഒരു 3-3:30 മണിയോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ധനകാര്യ സ്ഥാപനം മടങ്ങുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് സ്വാതി വീട്ടിലേക്ക് തിരിച്ചെത്തി. പിന്നീട് വീടിന് പുറത്തിരിക്കുകയാണ് ആ കൈക്കുഞ്ഞും അതോടൊപ്പം തന്നെ ഈ 2 സ്ത്രീകളും, പ്രായമായ അമ്മയും അതോടൊപ്പം തന്നെ സ്വാതിയും വീടിന് പുറത്തിരിക്കുകയാണ്. എന്തായാലും നാട്ടുകാരും അതോടൊപ്പം തന്നെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം പലതവണ ഈ ധനകാര്യ സ്ഥാപനത്തോട് സംസാരിച്ചു. പക്ഷേ ഈ ഇരുട്ടിലും ആ കുടുംബം പുറത്തിറക്കിയിരിക്കുകയാണ്. പക്ഷേ 5 ലക്ഷം രൂപ അടയ്ക്കണമെന്നുള്ള ഒരു വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ എന്തെങ്കിലും നടപടികളിലേക്ക് പോകാൻ ഇപ്പോൾ ആ നാട്ടുകാർക്കും കഴിയുന്നില്ല. കാര്യം പെട്ടെന്നൊരു തുക സമാഹരിക്കണം, വളരെ പെട്ടെന്ന് തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോ ആ കുടുംബം പുറത്തിറങ്ങിയിരിക്കുകയാണ്. MLAയുടെ നേതൃത്വത്തിൽ വീട് തുറന്നു നൽകി ആ കുടുംബത്തിനകത്തേക്ക് കയറിയിരിക്കാനുള്ളൊരു സംവിധാനം. പക്ഷേ ഭയമാണ് അവർക്ക്. കാര്യം ഈ ഇപ്പോൾ കോടതിയുടെ ഒക്കെ ഉത്തരവും അതോടൊപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി ജപ്തി ചെയ്തൊരു നടപടിക്രമങ്ങളിൽ ഇതിപ്പോ ലംഘിച്ചു പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവർ ഇപ്പോഴും പുറത്ത് തന്നെ കഴിയുകയാണോ മുസ്തബ? അല്പസമയം മുമ്പാണ് നമ്മൾ ഈ നിഷ സജീവ് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ സംസാരിച്ച വാർഡ് മെമ്പറോട് വീണ്ടും ഇക്കാര്യത്തിൽ വിളിച്ചത്. പ്രത്യേകിച്ച് MLAയുടെ നേതൃത്വത്തിൽ വീട് തുറന്നു നൽകി എന്നതുൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ അവിടുത്തെ നാട്ടുകാർ പങ്കുവച്ചിരുന്നു. പക്ഷേ വീടിനകത്ത് കയറി ഈ രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ കഴിയുമെന്നുള്ള സാധ്യത ഉൾപ്പെടെ നമ്മൾ അന്വേഷിച്ചിരുന്നു. പക്ഷേ വാർഡ് മെമ്പർ പറയുന്നത്
വീട് തുറന്നു നൽകി. പക്ഷേ അവർക്ക് കയറിയിരിക്കാൻ ചില പ്രശ്നങ്ങളുണ്ട്, ചില പേടിയുണ്ട്. കാര്യം ഇങ്ങനെ ഈ നിയമപരമായ രീതിയിൽ കോടതിയുടെ നോട്ടീസ് അവിടെ പതിച്ചു, കോടതിയുടെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ജപ്തി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും ഒരു പ്രശ്നമുണ്ടാകുമോ, പ്രത്യേകിച്ച് പോലീസ് ഉൾപ്പെടെ വന്നതാണ്, കേസ് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ അവർക്ക് ഈ വീടിനകത്തേക്ക് കയറാൻ കഴിയാത്തത്. പക്ഷേ നാട്ടുകാരും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറും മുൻ വാർഡ് മെമ്പറും ഒക്കെ ആ സംഭവ സ്ഥലത്തുണ്ട്. നേരത്തെ MLA PV ശ്രീനിജൻ അവിടെ സന്ദർശിച്ച് മടങ്ങുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഒരു തുക കണ്ടെത്തി എല്ലാവരും കൂടി ഇതിലേക്ക് ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഒരു തുക അടയ്ക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ 5 ലക്ഷം രൂപ എടുത്തതിലേക്ക് 3,90,500 രൂപ, അതായത് 4 ലക്ഷത്തിനടുത്ത് അവർ അടച്ചിരുന്നു. പക്ഷെ ഇനിയും ഒറ്റത്തവണയായി 5 ലക്ഷം രൂപ കൂടി അടച്ചാൽ മാത്രമാണ് ഈ വായ്പ എഴുതിത്തള്ളി അല്ലെങ്കിൽ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാകുക എന്നതുൾപ്പെടെയാണ് ധനകാര്യ സ്ഥാപനം വിശദീകരിക്കുന്നത്. അമൃത. അഹമ്മദ് മുജ്തബയാണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്.